റീനീറ്റ് എക്സാമിന് ബയോളജിയിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നാണ്. സോ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നീറ്റ് 2026 ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കറിയാം ആദ്യത്തേത് G1 ഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഗ്രോത്ത് ഏറ്റവും അധികം നടക്കുന്ന ഫേസ് ആണ്. സോ അത് മാച്ച് ചെയ്ത് കഴിയുമ്പോൾ G1 ഫേസിൽ cell is metabolically active and continuously grows but does not replicate its DNA. DNA അവിടെ സിന്തസൈസ് ആവുന്നില്ല. നെക്സ്റ്റ് S ഫേസ് ആണ്. ഇവിടെ നമ്മുടെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നതെന്ന് അറിയാം. സോ ഓപ്ഷൻ 3 ആണ് മാച്ച് ചെയ്യുമ്പോൾ വരുന്നത്. G2 ഫേസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് ആണ് ഏറ്റവും അധികം ഈ ഫേസിൽ സിന്തസൈസ് ആവുന്നത് ആൻഡ് സെൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്. M ഫേസിലാണ് നമ്മുടെ ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുന്നത്. സോ മാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് A2, B3, C4 ആൻഡ് D1. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നീറ്റ് 2025 ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ സ്പിൻഡിൽ ഫൈബേഴ്സ് ഡ്യൂറിംഗ് മൈറ്റോസിസ്? നമുക്കറിയാം ക്രോമസോമിനെ സെപ്പറേറ്റ് ചെയ്യാനാണ്. സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നീറ്റ് 2024 ക്വസ്റ്റ്യൻ ആണ്. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു കൈനറ്റോകോസ് ഓഫ് ക്രോമസോം ഡ്യൂറിംഗ്, നമുക്കറിയാം മെറ്റാഫേസിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് മെറ്റാഫേസ് പ്ലേറ്റ് ഫോർമേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4. സോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, ക്രോമസോം ബിക്കം ഗ്രാജുവലി വിസിബിൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഡ്യൂറിംഗ് ലെപ്റ്റോട്ടീൻ സ്റ്റേജ്. സ്റ്റേറ്റ്മെന്റ് 2, ദ beginning of diplotin stage is recognized by dissolution of synaptonymal complex. നമുക്കറിയാം ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ ക്രോമസോംസിനെ ഗ്രാജുവലി ലൈറ്റ് ആയിട്ട് നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വിസിബിൾ ആകും. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് പോലെ തന്നെ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ നമ്മുടെ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എല്ലാം ഡിസൊല്യൂഷനും നടക്കുന്നുണ്ട്. സിനാപ്റ്റോണിമൽ കോംപ്ലക്സിന്റെ ഡിസപ്പിയറൻസ് ആണ് നടക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണ്. സോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് നീറ്റ് 2024 ക്വസ്റ്റ്യൻ അഗെയിൻ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. മാച്ച് ദ ഫോളോയിങ് ആണ്. സോ നമുക്ക് സ്റ്റേജസ് മാച്ച് ചെയ്യണം. സോ ഡയാകൈനസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇവിടെ നമുക്ക് എന്താണ് നടക്കുന്നത്? കംപ്ലീഷൻ ഓഫ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ ആണ് നടക്കുന്നതെന്ന് അറിയാം. പാക്കിറ്റീൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അപ്പിയറൻസ് ഓഫ് റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ആണ് വരുന്നത്. സൈഗോട്ടീൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോർമേഷൻ ആണ് വരുന്നത്. ആൻഡ് ലെപ്റ്റോട്ടീൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്രോമസോം ലുക്ക് ലൈക്ക് തിൻ ത്രെഡ്സ്, ഇങ്ങനെയാണ് വരുന്നത്. സോ ഓപ്ഷൻ മാച്ച് ചെയ്ത് കഴിയുമ്പോൾ A2, അതുപോലെ തന്നെ A2, B4, C1 ആൻഡ് D3 ആണ്. ഓക്കെ, സോ നമ്മുടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. നെക്സ്റ്റ് നീറ്റ് 2024 അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Following are the stages of cell division. Choose the correct sequence of stages from the option given below. So കുറച്ച് സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. സോ അതിന്റെ കറക്റ്റ് സീക്വൻസ് അനുസരിച്ച് നമുക്ക് സ്റ്റേജസിനെ അറേഞ്ച് ചെയ്യണം. സോ ആദ്യം തന്നെ വരുന്നത് നമുക്കറിയാം ഫസ്റ്റ് നടക്കുന്നത് എന്താണ്? ഇന്റർഫേസ് ആണ്. ഇന്റർഫേസിലെ ഗ്യാപ്പ് 1 ആണ് ആദ്യം വരുന്നത്. ദെൻ ഗ്യാപ്പ് 1 ഫേസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിന്തസിസ് ആണ് നടക്കുന്നത്. S ഫേസ് ആണ് നടക്കുന്നത്. അടുത്തത് ഗ്യാപ്പ് 2 ഫേസ് ആണ് നടക്കുന്നത്. ആൻഡ് പിന്നെ നടക്കുന്നതാണ് നമ്മുടെ കാരിയോകൈനസിസ്. സോ ഫോർത്ത് കാരിയോകൈനസിസ് ആൻഡ് ഫിഫ്ത്ത് വിൽ ബി ദ സൈറ്റോകൈനസിസ്. സോ ഓപ്ഷൻ അറേഞ്ച് ചെയ്യുമ്പം ECA അങ്ങനെയാണ് വരുന്നത്. ECADB. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നീറ്റ് 2024 അഗെയിൻ റീനീറ്റ് ജാജറിൽ നടന്ന റീനീറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെയും മാച്ച് ദ ഫോളോയിങ് ആണ്. സോ ഇവന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രൊഫേസ് 1ലുള്ള ഇവന്റ്സുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യണം. ഫേസസുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യണം. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ക്രോമസോം സ്റ്റാർട്ട് പെയറിംഗ് ടുഗദർ ടു ഫോം സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോർമേഷൻ സൈഗോട്ടീൻ സ്റ്റേജിലാണ്. ക്രോമസോം വിസിബിൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ് ആൻഡ് കമ്പാക്ഷൻ കണ്ടിന്യൂസ്. സോ ലെപ്റ്റോട്ടീൻ സ്റ്റേജ് ആണ് ഇവിടെ വരുന്നത്. 4 chromatids of bivalent chromosome become distinct and recombination nodules appear. റീകോമ്പിനേഷൻ നൊഡ്യൂൾ അപ്പിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പാക്കിറ്റീൻ സ്റ്റേജ് ആണ്. ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്, സോ അത് ഡിപ്ലോട്ടീൻ സ്റ്റേജ് ആണ് വരുന്നത്. സോ മാച്ച് ചെയ്ത് കഴിയുമ്പം A2, അതുപോലെ തന്നെ A2, B4, C1 ആൻഡ് D3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റും നീറ്റ് 2024 റീനീറ്റ് എക്സാം ആണ്. സോ അവിടെയും ഒരു മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാം ഈ ചാപ്റ്ററിൽ ഏറ്റവും അധികം ചോദിക്കാൻ ചാൻസ് ഉള്ളത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. സോ കയാസ്മേറ്റ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കയാസ്മേറ്റ ഫോർമേഷൻ നടക്കുന്നത് ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ്. ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കിറ്റീൻ സ്റ്റേജിലാണ്. സോ കയാസ്മേറ്റ ഫോർമേഷൻ നടക്കുന്നത്
ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. പാക്കിറ്റീൻ സ്റ്റേജിലാണ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നത്. സൈഗോട്ടീൻ സ്റ്റേജിലാണ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ് നടക്കുന്നത്. ഡയാകൈനസിസിലാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് ഓപ്ഷൻ മാച്ച് ചെയ്ത് കഴിയുമ്പോൾ A3, B1, C4 ആൻഡ് D2 ആണ് വരുന്നത്. സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും 24 റീനീറ്റ് എക്സാമിനേഷനിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോം ഈസ് കംപ്ലീറ്റഡ് ബൈ ദ എൻഡ് ഓഫ്. പാക്കിറ്റീൻ സ്റ്റേജിന്റെ എൻഡിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ റീകോമ്പിനേഷൻ കംപ്ലീറ്റ് ആവും. ഹോമോലോഗസ് ക്രോമസോംസിന്റെ റീകോമ്പിനേഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട്. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് നീറ്റ് 2023 മണിപ്പൂരിൽ നടന്ന 23ൽ നടന്ന നീറ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. ദ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഒക്കേഴ്സ് ഡ്യൂറിങ്. സിനാപ്റ്റോനിമൽ കോംപ്ലക്സിന്റെ ഡിസൊല്യൂഷൻ നടക്കുന്നത് നമുക്കറിയാം ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ്. സോ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നീറ്റ് 23 മണിപ്പൂരിൽ നടന്ന അടുത്ത എക്സാമിലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഡബ്ലിംഗ് ഓഫ് ദ നമ്പർ ഓഫ് ക്രോമസോം ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഡിസ്റപ്റ്റിംഗ് മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ സൂൺ ആഫ്റ്റർ. സോ നമുക്ക് ക്രോമസോമിന്റെ നമ്പർ ഏത് സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് ക്രോമസോമിന്റെ നമ്പർ വളരെയധികം കൂട്ടാൻ പറ്റും. ഒരു മൈറ്റോട്ടിക് ഫേസ് നമ്മൾ ഡിസ്റപ്റ്റ് ചെയ്താൽ സെല്ലിലുള്ള ക്രോമസോമിന്റെ നമ്പർ നമുക്ക് കൂട്ടാൻ പറ്റും. അത് ഏത് ഫേസിലാണെന്നാണ് ചോദ്യം. സോ നമുക്കറിയാം അനാഫേസിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവും, സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ആവും. സോ ആ ഒരു സ്റ്റേജിൽ വെച്ച് നമുക്ക് നമ്മുടെ സെൽ ഡിവിഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ ക്രോമസോം നമ്പർ ഡബിൾഡ് ആയിരിക്കും ആ ഒരു പർട്ടിക്കുലർ സെല്ലിൽ. സോ അനാഫേസ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അഗെയിൻ 23ലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, മണിപ്പൂരിൽ നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് വിച്ച് സ്റ്റേജ് ഓഫ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ് റെസ്പെക്റ്റീവ്ലി ഡസ് ദ സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമസോം സ്പ്ലിറ്റ്. സോ മൈറ്റോസിസിലും മിയോസിസിലും ഏതൊക്കെ സ്റ്റേജസിലാണ് സെൻട്രോമിയർ സ്പ്ലിറ്റ് ആകുന്നത്, ക്രോമസോമിൻ്റെ സെൻട്രോമിയർ ഏതൊക്കെ സ്റ്റേജിലാണ് സ്പ്ലിറ്റ് ആകുന്നതെന്നാണ്. സോ നമുക്കറിയാം മൈറ്റോസിസിൽ അനാഫേസിലാണ് ഇത് സ്പ്ലിറ്റ് ആകുന്നത് ആൻഡ് മിയോസിസിൽ അനാഫേസ് 1-ലല്ല അനാഫേസ് 2-ലാണ് സെൻട്രോമിയേഴ്സ് സ്പ്ലിറ്റ് ആകുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23ലെ അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ദ ക്വിസൻ സ്റ്റേജ് ഓഫ് സെൽ സൈക്കിൾ. നമുക്കറിയാം ക്വിസൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ G0 സ്റ്റേജ് ആണ്. സോ ഇവിടെയാണ് സെൽ ഡിവിഷൻ നടക്കുന്നില്ല, ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുന്നില്ല, ബട്ട് മെറ്റബോളിക്കലി സെൽ ആക്റ്റീവ് ആയിരിക്കും. സോ ഇതുപോലെയുള്ള മോർ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.